ഹലോ ഗൈസ്, നമുക്ക് വീട്ടിൽ കട്ട തൈര് ഉണ്ടാക്കിയാലോ? ഇപ്പം നല്ല ചൂടല്ലേ, അപ്പം നമുക്ക് സംഭാരം ചോറിലൊക്കെ ഒഴിച്ചുണ്ടാനും നല്ല കട്ടിയുള്ള തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരിനെ കഴിച്ചാലോ? സൂപ്പറല്ലേ, നെയ്യൊക്കെ ഉള്ള തൈര്. അപ്പം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത്. ഇത് സെക്കൻഡ് നിങ്ങൾക്കായിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് വീണ്ടും. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. 1 ലിറ്റർ പാലെടുത്തതിന് ശേഷം അത് ഫ്രഷ് ആയാലും പാക്കറ്റ് പാലായാലും കുഴപ്പമൊന്നുമില്ല, നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. നല്ല പോലെ തിളപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി വീണ്ടും തിളപ്പിക്കുക. ചെറിയ തീയിട്ടിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക ഒരു 5 മിനിറ്റ്. അത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അതിലുണ്ടെങ്കിൽ അതും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ നല്ല പോലെ തുഴച്ചെടുക്കുക, തുള്ളി വെള്ളം പാടില്ല. പിന്നെ ഇതിൻ്റെ ചൂടെന്ന് ഉദ്ദേശിച്ചത് തിളച്ച പാലിൽ നമ്മൾ തൈര് ഒഴിക്കല്ല ചെയ്യണത്. നമ്മുടെ ചെറുവിരൽ നമുക്ക് മുക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരിക്കണം, തിളച്ചാലും ഒഴിക്കരുത്. എനിക്ക് ഫസ്റ്റ് ഉണ്ടാക്കിയത് ഒന്നും ശരിയായില്ല. പിന്നീട് ഞാൻ മൺചട്ടിയിൽ പിന്നെ 2ാം വട്ടം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല സൂപ്പറായിട്ട് വന്നത്. ഇപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കണത്. 2 പ്രാവശ്യം എനിക്ക് ഓക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ബബിൾസ് വരുന്നില്ലേ, അതൊക്കെ നമ്മൾ എടുത്ത് കളയണം കേട്ടോ. അപ്പം അത് കട്ടയാവാനായിട്ട് അത് ശരിയല്ല, ബബിൾസ് മുകളിൽ നിൽക്കണ കാരണം സെറ്റാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പാൽ ഒഴിച്ചതിന് ശേഷം നല്ല പ്ലെയിനായിട്ട് കിടക്കണം. മുകളിൽ ഈ പാടയോ അല്ലെങ്കിൽ ബബിൾസോ ഇങ്ങനെ പോളകളില്ല, അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ തൈര് ഒരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്പൂണ് അതിലേക്ക് 2 സ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ അടിച്ച് മിക്സായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ അടച്ച് വെക്കണം, അപ്പോൾ ചൂടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളത്തിൻ്റെ അംശം നമ്മൾ തുടച്ച് കളയണം. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ പറയേ മൺചട്ടി ഉണ്ടാക്കിയത് അത് തുടയ്ക്കാൻ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിലൊക്കെ തന്നെ മുകളിൽ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിൽ നല്ല പോലെ അടപ്പ് നന്നായി തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കട്ടിയുള്ള ടർക്കിയോ അല്ലെങ്കിൽ മാക്സിരിയോ എന്തൊക്കെയും തുണി കൊണ്ട് വെച്ചിട്ട് നമ്മൾ അടച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് പൊതിഞ്ഞ് കെട്ടി വയ്ക്കുക. ഞാൻ ഒരു 5:30ക്കാണ് ഞാൻ ആക്കി വെച്ചത്. പിറ്റേ ദിവസം നേരം എടുത്തിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് മുകളിൽ വെള്ളത്തുള്ളികളോ ഒന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ സെക്കൻഡ് ഉണ്ടാക്കി, ഞാൻ മൺചട്ടിയിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അത് ഇതുപോലെ അടച്ച് വെച്ചിട്ട് തന്നെ ആക്കിയതാണ്. ഇതിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ച് വന്നിട്ടുണ്ട്. ഞാൻ അടപ്പ് എടുത്തിട്ട് തുടയ്ക്കാൻ മറന്നു, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളം അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ മുകളിൽ സാധനം സെറ്റായിട്ടുണ്ട്. പക്ഷേ മുകളിൽ വെള്ളത്തിൻ്റെ അംശം നിൽക്കുന്നത് കൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു തോർത്തുമുണ്ടിൻ്റെ കഷ്ണമോ അങ്ങനത്തെ കനം കുറഞ്ഞ തുണി വെച്ചിട്ട് വെള്ളമൊക്കെ വലിച്ചെടുക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ്, നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല ചൂടില്ല, അപ്പോൾ സംഭാരം നമ്മൾ വീട്ടിലുണ്ടാക്കിയത് നല്ല തൈര് ഉണ്ടാക്കിയിട്ട് നല്ല പോലെ കുടിക്കാൻ നല്ല സൂപ്പറല്ലേ. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.